ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് മുരിങ്ങയില കൊണ്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മുരിങ്ങയില പറിക്കാനായി വന്നു. മരത്തിലൊക്കെ ഇപ്പോൾ ചൂടുകാലമല്ലേ, വളരെ കുറവാണ് മുരിങ്ങയില. എന്നാലും ഞാനുള്ളത് അതിൽ നിന്ന് പറിച്ചെടുത്തു. കുറച്ചാണ് പറിച്ചെടുത്തത്. ഇതുകൊണ്ട് ഏതായാലും തോരനൊന്നും വയ്ക്കാനുള്ളതില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ചമ്മന്തിയാക്കാമെന്ന്. അതിനായിട്ട് ആ മുരിങ്ങയില ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. അതിൽ ഒത്തിരി ജീവികളൊക്കെ കാണും. അതിനുശേഷം പിന്നെ കുറച്ച് ഉള്ളി എടുത്തു, പിന്നെ പുളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ഞാൻ കാന്താരി മുളകാണ് എടുത്തത്. ഏത് മുളക് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്നോ പൊട്ടുകടലേക്ക് എടുത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു ക്രഞ്ചിനെസ് കിട്ടും. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. പാത്രം ചൂടായപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ഈ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ആ മുരിങ്ങയില ചേർത്തു. മുരിങ്ങയിലയാകുമ്പോൾ പച്ച ചൊവ്വ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, അതിനൊരു കയ്പ്പ് പോലെ കാണും. അപ്പം നമ്മളിങ്ങനെ ഒന്ന് വാട്ടിയെടുത്താൽ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. ഒരുപാട് വേവിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. അത് കുറച്ചൊന്ന് വാടി തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉള്ളി ഇടാം. ചെറിയ ഉള്ളിയാണ് നല്ലത്, ഇല്ലെങ്കിൽ നമുക്ക് സവോള ആയാലും മതി. പിന്നെ ഞാനതിലേക്ക് കാന്താരി മുളകാണ് ചേർത്തത്. പച്ചമുളകോ ഉണക്കമുളകോ അല്ലെങ്കിൽ മുളക് പൊടി ആയാലും മതി. ഇതിൻ്റെ ഒരു കാന്താരി ഉണ്ടായതുകൊണ്ട് അതിട്ടു. പിന്നെ ആ ഇഞ്ചി എടുത്തിട്ട് ഞാനൊന്ന് മുറിച്ചിട്ടു. ഇനി അതൊന്നും കൂടി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത്ര ആയപ്പോഴേക്കും ഞാനിനി ഉഴുന്ന് ഇതിലേക്ക് ഇട്ടു. ഉഴുന്ന് വേണമെങ്കിൽ നമുക്ക് ആദ്യം ചേർക്കാം, പക്ഷെ അപ്പോഴേക്കും ഇനി അത് മൂത്തങ്ങ് കരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കുറച്ച് കഴിഞ്ഞ് ചേർത്തത്. അതല്ലെങ്കിൽ ആദ്യം നമ്മൾ ഉഴുന്നെടുത്ത് നന്നായിട്ടൊന്ന് വറുത്ത ചുവന്ന് കളറാകുമ്പോഴേക്കും എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടാലും മതി. ഇതാവുമ്പോഴത്തേക്കും എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ ഉഴുന്ന് ചേർത്തത്. ആ ഉഴുന്നൊന്ന് കിടന്ന് ചുവന്ന് തുടങ്ങിയപ്പോഴേക്കും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങയും പിന്നെ പുളിയും ചേർത്തു. തേങ്ങ ഒരുപാട് അങ്ങ് വറുത്തൊന്നും വരണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഒന്ന് ചേർത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തു തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്കിത് അരച്ചെടുക്കണം. ചെറുതായി ഒന്ന് ചൂടാറിക്കഴിഞ്ഞാണ് ഞാനിത് മിക്സിയിലേക്ക് ചേർത്തത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഭയങ്കര പേസ്റ്റ് പോലെ ആവണ്ട, നമുക്കറിയാമല്ലോ ചമ്മന്തിയുടെയൊക്കെ ഒരു പരുവത്തിന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ അരച്ചെടുത്തു. ആ മിക്സിയിൽ നിന്ന് നമ്മളതൊരു പാത്രത്തിലേക്ക്, കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ഇനി അതൊന്ന് കൈ കൊണ്ട് ഞരടി കൊടുക്കുക. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഉരുള പോലെ പിടിച്ചെടുക്കാം. പണ്ടൊക്കെ ഈ അമ്മിക്കല്ലിൽ വെച്ച് അരച്ച് കഴിയുമ്പോൾ അമ്മമാരിങ്ങനെ ഉരുളയാക്കിയാണ് എടുക്കുക. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് മിക്സിയിൽ അരച്ചിട്ടും ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഒരേ സമയം നല്ല ടേസ്റ്റിയും ഒപ്പം പോഷക സമൃദ്ധവുമായ ഈ മുരിങ്ങയില ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്